അൻവർ പൊട്ടിച്ചിരിക്കുന്ന ഗുണ്ട് ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലാണ് പൊട്ടുന്നതെങ്കിൽ 1000 ബോംബുകളെക്കുള്ളത് സ്ഫോടനാത്മകമായിരിക്കും. പടക്കമാണോ ഗുണ്ടാണോ എന്നുള്ളതല്ല വിഷയം, അത് എവിടെയാണ് പൊട്ടിച്ചത് എന്നുള്ളതാണ് വിഷയം. പക്ഷേ എവിടെ പൊട്ടിച്ചാലും ഉന്നം പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ആരും സംശയിക്കേണ്ട. PV അൻവർ ലക്ഷ്യമാക്കിയത് ആദ്യം സുർജിദാസിനെ ലക്ഷ്യമിട്ടു, രണ്ടാമത് എം ആർ അജിത് കുമാർ, മൂന്നാമത് പി ശശി. പി ശശിയിൽ അവിടെ എത്തി നിൽക്കുകയാണ്. പി ശശി ഈസ് ഈക്വൽ ടു പിണറായി, തെറ്റുണ്ടോ? അടുത്ത ആളിലേക്ക് പോയിട്ടില്ല. പി ജയരാജന് ഇപ്പം നിശബ്ദനായിരിക്കുന്നത് അടുത്ത ഒരു സ്ഫോടനത്തിന് തയ്യാറെടുക്കാനാണ് സാധ്യത. ഒരു പുസ്തകത്തിലൂടെ പ്രതികാരം ചെയ്തു കളയാം എന്ന് വിചാരിക്കുന്ന മണ്ടനല്ല പി ജയരാജൻ. പി ജയരാജൻ എല്ലാം തുറന്നെഴുതിയാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിശക്തമായൊരു സ്ഫോടനത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പി ജയരാജന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധമായ ഒരു പറ്റം ആളുകൾ അവിടെ ഉണ്ട്. അതാണല്ലോ PJ ആർമി. ഒരു പരിധിവരെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ വീണ്ടും അധികാരം പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് പി ജയരാജൻ്റെ ആളുകൾ മാത്രമേ ഉള്ളൂ. നമസ്കാരം. ശ്രീ കോന്നി ഗോപകുമാറുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. വെൽക്കം സാർ. നമസ്കാരം സർ. CPM ഒരു കൊട്ടാര വിപ്ലവം തകൃതിയായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖത്തെ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നില്ല. താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും, സഖാവ് പി ജയരാജൻ. പി എവിടെയാണ്? പി ജയരാജന് ഇപ്പം നിശബ്ദനായിരിക്കുന്നത് അടുത്ത ഒരു സ്ഫോടനത്തിന് തയ്യാറെടുക്കാനാണ് സാധ്യത. കാരണം പൊളിറ്റിക്സ് നിൽക്കുന്നവരെല്ലാം പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഒരു വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് നിശബ്ദരായിട്ട് അങ്ങനെ പോകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പോയ ഒരാൾ C അച്യുതമേനോൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പി ജയരാജനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇനിയും ശിഷ്ടകാലം വീട്ടിൽ ഒതുങ്ങിക്കഴിയാം എന്ന് വിചാരിക്കാനുള്ള സാധ്യത 99% ഇല്ല. ജയരാജന് സജീവമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം പതുങ്ങുന്നത് അടുത്തൊരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടുമാണ്. ഇപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ എന്ത് വിവാദങ്ങളിൽ പെട്ടാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഒരു ശീലമാണ്. പക്ഷേ ഇക്കുറി അതുണ്ടായില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത് ഫ്ലാറ്റൊക്കെ വെക്കേറ്റ് ചെയ്ത് പൂർണ്ണമായി, അതായത് ഇനി ഇങ്ങോട്ടൊരു വരവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് പോയതുപോലെയാണ് അദ്ദേഹം പോയത്. പക്ഷേ മാധ്യമങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം കണ്ണൂരെത്തിയതിന് ശേഷം ഒരു ചാനലിന് മാത്രം ഒരു പ്രത്യേക വിവരം കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ്. പിന്നീട് പത്രങ്ങളിലൊക്കെ അത് വാർത്തയായി. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ? എങ്ങനെ പ്രതീക്ഷിക്കാം? ജയരാജന് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പിന്നീട് തുടർന്നുള്ള സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അത് നേരെ പുറത്തു വന്ന് AKG സെൻറ്ററിൽ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഒഴിയുന്നു, മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ടോണാലിറ്റിയും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ വൃണിത ഹൃദയനായിട്ടാണ് പി ജയരാജൻ മടങ്ങിയത്. പി ജയരാജൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷനില്ല. പ്രതികരിക്കുക അല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല. എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കാരണം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞാൽ പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാവ് പി ജയരാജനാണ്. പി ജയരാജൻ ശരീരത്തിൽ വെടിയുണ്ടയുമായിട്ട് ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അദ്ദേഹത്തിനേക്കാൾ വളരെ ജൂനിയറാണ് ഗോവിന്ദൻ മാസ്റ്റർ പോളിറ്റ് ബ്യൂറോയിൽ പോയി. അദ്ദേഹത്തിനത് കഴിഞ്ഞില്ല. ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി ആക്കി പി ജയരാജനെ സൈഡ് ലൈൻ ചെയ്തു. അപ്പോൾ അവസാനം LDFൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന്, കേരളത്തിലെ LDF കുറച്ച് കാലത്ത് LDF കൺവീനർ എന്ന് പറഞ്ഞാൽ അഖില കേരള ബാലജന സംഘത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പദവിയുള്ളൂ, അല്ലാതെ അതിൻ്റെ പുറത്ത് വലിയ കാര്യമൊന്നുമില്ല, ഒരു കാര്യമുള്ളൂ, ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും നാമമാത്രമായ ഒരു പദവിയിലിരുന്ന അദ്ദേഹത്തിനെ അതിൽ നിന്നും മാറ്റി. എന്ന് പറഞ്ഞാൽ പി ജയരാജനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനാക്കാൻ, തുടച്ചു മാറ്റാൻ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്നൊരു തർക്കമൊന്നുമില്ല. മനസ്സിലായി. താങ്കൾ പറയുന്നു പി ജയരാജൻ ഇപ്പോൾ പതുങ്ങുന്നത് വലിയൊരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വാക്കുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ PV അൻവർ പൊട്ടിച്ചത് പടക്കമാണോ? PV അൻവർ പൊട്ടിച്ചത് ഒരു ഗുണ്ടാണ്, ഇച്ചിരി ശബ്ദം ഉണ്ടാക്കുന്നൊരു ഗുണ്ടാണ്. അത്യാവശ്യം PV അൻവർ ലക്ഷ്യമാക്കിയത് ആദ്യം സുർജിദാസിനെ ലക്ഷ്യമിട്ടു, അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവന്നു, രണ്ടാമത് എം ആർ അജിത് കുമാർ, മൂന്നാമത് പി ശശിയിൽ അവിടെ എത്തി നിൽക്കുകയാണ്. അടുത്ത ആളിലേക്ക് പോയിട്ടില്ല. പി ശശി ഈസ് ഈക്വൽ ടു പിണറായി, തെറ്റുണ്ടോ? തെറ്റില്ല. അടുത്ത ആളിലേക്ക് പോയില്ലല്ലോ, അപ്പോഴും അവിടെ പോയില്ലല്ലോ. മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അവിടെ നിൽക്കുകയാണ് കാര്യങ്ങൾ. മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻഡാണ് നീക്കങ്ങളൊക്കെ. ഈ നീക്കങ്ങളെ സകൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജയരാജൻ.
ഇ പി ജയരാജനറിയാം കൃത്യമായി ഈ പാർട്ടി എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അദ്ദേഹം അടിസ്ഥാനപരമായി പറഞ്ഞാൽ വലിയ തടിയും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ സോഫ്റ്റായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇ പി ജയരാജൻ കാത്തിരിക്കുന്നത് തനിക്കേറ്റ മുറിവിന്, തനിക്കേറ്റ അപമാനത്തിന് കൃത്യമായി പ്രതികാരം ചെയ്യാനാണ്. ആ പ്രതികാരം ഒരു പുസ്തകം മാത്രമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും ആയിരിക്കില്ല. ഒരു പുസ്തകത്തിലൂടെ പ്രതികാരം ചെയ്തു കളയാം എന്ന് വിചാരിക്കുന്ന മണ്ടനല്ല ഇ പി ജയരാജൻ. അദ്ദേഹം പ്രവർത്തിക്കും. കാരണം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, അതിന് അത്യാവശ്യം വേണ്ടുന്ന ജനപിന്തുണയും അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ണൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ ഉള്ളതിനേക്കാൾ പിന്തുണ ഇ പിക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്നൊരു നേതാവായിട്ടാണ് ഇ പിയെ ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇ പി ജയരാജന് എല്ലാ തലത്തിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധമാണ്. അതാണ് ഇ പിയുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. അതാണ് ഒരു പ്രാവശ്യം നമ്മൾ ഇ പിയെ കണ്ടാൽ അദ്ദേഹത്തെ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. വളരെ സൗമ്യനാണ്, ശാന്തനാണ്, പുറമേ കാണുന്ന ഒരു കാര്യമുള്ളൂ. അദ്ദേഹം വളരെ പിന്നെ നിർമ്മലമായ ഒരു ഹൃദയത്തോടെ നമ്മളോട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഇ പി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇ പിക്ക് എല്ലാവരിലും ബന്ധങ്ങളുണ്ട്. എല്ലാ പാർട്ടിക്കാരും സമൂഹമൊക്കെ ആയിട്ട് ഇ പിക്ക് നല്ല ബന്ധമുള്ളത്. അതേസമയം പി ജയരാജന് അദ്ദേഹം ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. കണ്ണൂരിനകത്ത് അദ്ദേഹത്തിൻ്റെ ചില പോക്കറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന PJ ആർമി ഇപ്പോൾ അത് റെഡ് ആർമിയായിട്ട് മാറി. അപ്പം അത് പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ജയരാജൻ കൃഷ്ണനായിട്ട് തേരോടിക്കുന്നതും അർജുനനായിട്ട് പാർത്ഥസാരഥിയായിട്ട് അർജുനനായിട്ട് പിന്നെ പിണറായി യുദ്ധം ചെയ്യുന്നതൊക്കെ കാണിച്ചു. വളരെ പെട്ടെന്നത് മാറ്റേണ്ടി വന്നു. അപ്പോൾ പി ജയരാജനെ അതൊക്കെ അണികൾ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി സംഭവിച്ചതാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അല്ലാതെ മാറ്റേണ്ടി വന്നല്ലോ ചെയ്ത അണികൾക്ക് തന്നെ. പക്ഷേ അതിലൊരു ഈ വിഷയമായി ബന്ധമില്ല. എന്നാലും സാന്ദർഭികമായി പറയുകയാണ്, അദ്ദേഹം പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ അണികൾ പ്രകീർത്തിച്ചുകൊണ്ടൊരു ഫ്ലക്സ് വെച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു ചെന്താരകം എന്നുള്ള വിശേഷണത്തോടു കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് വലിയ വിവാദമാണ്, വിപ്ലവമാണ്. പാർട്ടിക്കകത്ത് ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പക്ഷേ അതേസമയം ഇവിടെ കാരണഭൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി പ്രകീർത്തിച്ചുകൊണ്ട് തിരുവാതിര ഇറക്കി. ഒരു തെറ്റും ആരും സംഭവിച്ചിട്ടില്ല. പിണറായി വിജയൻ ലാപ്ടോപ്പും ഐഫോണൊക്കെ ഉയർത്തി കാണിക്കുന്നു, യാതൊരു പ്രശ്നവുമില്ല. ഇതേസമയം ഫൗണ്ടൻ പേന ഉപയോഗിച്ച ഒരു സഖാവിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അതേ പാർട്ടിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ളത് കൂടെ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും ആളുകൾ ഇത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ നമ്മളൊന്നും സൂചിപ്പിച്ച പോലെ പാർട്ടി സമ്മേളനം വരികയാണ്. ഈ പാർട്ടി സമ്മേളനത്തിൽ പണ്ട് തൊട്ടുള്ള ഒരു പ്രത്യേക ശൈലിയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ അതിലാദ്യം അന്തർദേശീയമായ കാര്യങ്ങൾ പറയും, അത് കഴിഞ്ഞ് ദേശീയമായ കാര്യത്തിലേക്ക് വരും. ഫലസ്തീൻ, ഇറാഖ്, അമേരിക്ക വഴി കറങ്ങി അവസാനം ഇന്ത്യയിൽ വരും. പിന്നെ കേരളത്തിൽ വരത്തില്ല, ഡൽഹി വരും, ഗുജറാത്ത് വരും. അപ്പോൾ പണ്ടത്തെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ കഥകളി പോലായിരുന്നു. സംസ്ഥാന സമ്മേളനമല്ല, പ്രാദേശിക ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ വെളുക്കുന്നിടം വരെ കാണും. സ്വയം വിമർശനം, ആ വിമർശനം, ഈ വിമർശനം. ഒരു പ്രസംഗിക്കുന്ന സഖാവ് വന്നാൽ അന്ന് ഉറക്കം പോക്കാണ്. കാരണം അദ്ദേഹം അന്തർദേശീയമൊക്കെ കഴിഞ്ഞ് ഏകദേശം വെളുപ്പിനെ 3 മണിയാകും ദേശീയത്തിലോട്ട് വരാൻ. പിന്നെ അത് കഴിഞ്ഞ് പ്രാദേശികത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നേരം വെളുത്തിരിക്കും. നമ്മുടെ നാട്ടുകാരുടെ കാര്യം പറയുമ്പോഴേക്കും വ്യത്യാസം വ്യത്യാസമായിരിക്കും. മീറ്റിങ്ങുകളിലും അങ്ങനെയാണ്. ഇവർ ഈ അന്തർദേശീയമൊക്കെ പറഞ്ഞ് പ്രാദേശികം പറയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ സ്ഥലം വിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനില്ല, അന്തർദേശീയം ഒന്നും പറയാനില്ല. ഫലസ്തീനുണ്ട്, അന്തർദേശീയം അല്ല. ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. കാരണം അമേരിക്ക തകരുകയാണ്, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ശക്തമാകുകയാണ്, ചൈനയും റഷ്യ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അന്തർദേശീയം പറഞ്ഞാൽ പിന്നെ റുമേനിയക്കാർ തല്ലിക്കൊന്ന ചൗഷസ്കിൻ്റെ കഥ പറയണം, അല്ലെങ്കിൽ ജർമ്മനിക്കാർ എറിഞ്ഞോടിച്ച ഹനോക്കറിൻ്റെ കഥ പറയണം. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്തർദേശീയം ഒന്നും പറയാനില്ല. പിന്നെ ആകെപ്പാടെ പറയാനൊക്കുന്ന പാലസ്തീനിലെ ഹമാസിൻ്റെ സഖാക്കൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ പറയാനുള്ളൂ. അവരെ പിന്നെ ഇസ്രായേൽ റെഡിയാക്കിക്കൊണ്ടിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്? ദേശീയത്തിലേക്ക് വന്ന ദേശീയത്തിൽ എന്താ പറയാനുള്ളത്? കോൺഗ്രസ് രാജസ്ഥാനിൽ കൊടുത്തൊരു സീറ്റ് കൊണ്ടാണല്ലോ ഇപ്രാവശ്യം നമുക്ക് ഈ പാർട്ടിയുടെ ഒരു അംഗീകാരം തന്നെ നിലനിർത്തിയത്. സ്റ്റാലിൻ്റെ സീറ്റല്ലേ പിന്നെ തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ദേശീയം പറഞ്ഞാൽ അതും ഏൽക്കില്ല. ഇല്ല. പിന്നെ പ്രാദേശികമേ പറയാനുള്ളൂ. പ്രാദേശികം ഒരുപാട് പറയാനുണ്ട്. അവിടെ പറയാനുള്ളൂ. അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാദേശികം വരുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻസൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും, ഓരോ പ്രദേശത്തിനും അനുസൃതമായി. ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ആ മേഖലയിൽ ഏകദേശം രാഷ്ട്രീയം ഏതാണ്ട് ഒരുപോലെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ട്രിവാൻഡ്രത്തേക്ക് വരാമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കാലഘട്ടം വരെ ആനാവൂർ നാഗപ്പൻ ശക്തനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. ജോയി പാർട്ടി സെക്രട്ടറിയോടുകൂടിയ ശക്തി കേന്ദ്രം ഒന്ന് മാറി. അതുപോലെ തന്നെ M. വിജയകുമാർ
നിശബ്ദനായിട്ട് നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം അസ്വസ്ഥനാണ്. അസ്വസ്ഥനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പഴയകാല നേതാക്കന്മാർ അവിടെ നിൽക്കുന്നു. കൊല്ലം ജില്ലയിലാണെങ്കിൽ കൊല്ലത്തും പ്രശ്നങ്ങളാണ്. കൊല്ലത്ത് ആദ്യം മുകേഷിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു, കെട്ടിയിറക്കി. അതാണ് പി കെ ഗുരുദാസിന് കഴിഞ്ഞ പാർട്ടി മീറ്റിംഗ് കൂടിയപ്പോൾ ചോദിച്ചെന്നാണ് പറയുന്നത്, ഈ സാധനത്തിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള കാര്യം. അതിന് പാർലമെൻറ്റിൽ കൊണ്ടു കൊടുത്തു. പാർലമെൻറ്റിലെ ആ കൃഷ്ണകുമാർ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം 2 ലക്ഷത്തിലൊക്കെ ഒരുപാട് കവിഞ്ഞു പോയതായിരുന്നു. കൃഷ്ണകുമാർ കുറേ വോട്ട് പിടിച്ചുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞു പോയത്. അപ്പം അവിടെ നിൽക്കുന്നു മുകേഷിൻ്റെ കാര്യം. ഇ പി ജയരാജനെ പുറത്താക്കിയപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുക ചെയ്തത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പീഡന കേസിൽ പ്രതിയായി നിൽക്കുന്ന മുകേഷിനെ സംരക്ഷിക്കുകയാണ്. ഇ പി ജയരാജനെ പുറത്താക്കാൻ പറഞ്ഞത് ജാവേദ്കറെ കണ്ടത്. ജാവേദ്കറെ കണ്ടതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോഴന്ന് മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചത്. ജാവേദ്കറെ കണ്ട തെറ്റെന്താണ്? അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ നേതാവല്ലേ, അതിനകത്ത് കണ്ട തെറ്റെന്താണ്? പക്ഷേ ഇതേ എന്താ പറയുക, ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാവിനെ കണ്ടു എന്നുള്ളൊരു ആരോപണം, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP MR അജിത് കുമാർ കണ്ടു എന്നുള്ള മറ്റൊരു ആരോപണം വരുന്ന ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ ഇതെല്ലാം EP കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ കാണേണ്ടത്, മുൻപ് CPM ഞെട്ടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം പലർക്കും അറിയാവുന്ന കാര്യമാണ്. സഖാവ് പിണറായി വിജയനെ ഞെട്ടിച്ചൊരു കാര്യമാണ് സഖാവ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം. അതിൻ്റെ ഒരു വേർഷൻ 2 ആയിരിക്കുമോ EP വരാനിരിക്കുന്ന പുസ്തകം? അതെ, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം പാർട്ടി കോൺഗ്രസ്സിൽ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പങ്കെടുത്തത് ബാലസംഘത്തിൻ്റെ പ്രതിയായിട്ടാണ്. ബാലസംഘത്തിൻ്റെ പ്രതിയായിട്ട് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അത്രയധികം പാരമ്പര്യമുള്ള മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം കുറേ കാലം ബെർലിനിലായിരുന്നു. ബെർലിനിൽ നിന്ന് കുഞ്ഞനന്ദൻ നായർ റിപ്പോർട്ട് ചെയ്ത് ദേശാഭിമാനിയിലുമൊക്കെ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഒരു പ്രാധാന്യമൊന്നും കിട്ടാതെ പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകം അന്ന് വലിയ ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചു. ഒരു പരിധിവരെ പിണറായി വിജയനെ നിശിതമായി വിമർശിച്ചുകൊണ്ടിറങ്ങിയ ആദ്യത്തെ പുസ്തകം അതായിരുന്നു. ആ പുസ്തകം കൊണ്ട് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പുസ്തകം കൊണ്ട് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആ പുസ്തകത്തെ ആരും ചോദ്യം ചെയ്തില്ല. 2, എപ്പോഴും ഈ പുസ്തകം വായിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതും ചിന്തിക്കുന്നതും എപ്പോഴും ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിരിക്കും, ഒരു ചെറിയ ന്യൂനപക്ഷമായിരിക്കും. പക്ഷേ അവരുടെ ചിന്തയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിനുണ്ടാകുന്നൊരു മാറ്റം, അതിനൊരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ നടക്കും. അത് ഘട്ടമായിട്ട് താഴോട്ട് പോയി ആളുകളിലെത്തും. അതിന് സ്വല്പം സമയമെടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ, ഒരു നേതാവിനെ ദുർബലനാക്കിയ ആദ്യത്തെ പുസ്തകം കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകമാണ്. ഒരു ദിവസം കൊണ്ട് ഒരു പാർട്ടി നേതാവിനെ ഒന്നും തകർക്കുക അസാധ്യമാണ്. അത് കോൺഗ്രസ് ആണെന്നല്ലേ പറ്റൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് പറ്റില്ല. കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിന് പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അത്തരമൊരു പുസ്തകം എഴുതാൻ ഇ പി ജയരാജന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇ പി ജയരാജൻ എല്ലാം തുറന്നെഴുതിയാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിശക്തമായൊരു സ്ഫോടനത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുമോ EP പ്രതികാരം? അല്ലെങ്കിൽ EP താങ്കൾ തന്നെ പറഞ്ഞ വാക്കുകൾ കടം കൊള്ളുകയാണെങ്കിൽ EP എന്താ പറയുക, മുറിവേറ്റ ഹൃദയവുമായിട്ടാണ് ഇവിടുന്ന് മടങ്ങിയത്. ആ മുറിവിനെ ഉണക്കാൻ ഒരു പുസ്തകം കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല. EP സജീവമായിട്ട് തന്നെ കാണും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടി? അദ്ദേഹത്തിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അദ്ദേഹത്തിന് CPM-നകത്ത് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാം. അതായത് ഇപ്പോൾ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ഒരു സംഘത്തോടൊപ്പം ചേരുക, അതാണോ? അതെ, സത്യത്തിനത് PV അൻവറിൻ്റെ നേതൃത്വത്തിലല്ല അത് രൂപപ്പെടുന്നത്. PV അൻവറിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആലങ്കാരികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് സംതിങ്, എന്തോ അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ അണിചേരുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, PV അൻവർ അതിനൊരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു യുദ്ധത്തിനുള്ള അന്തരീക്ഷം ഒരുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൗണ്ട് പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു സ്പീഡ് വർക്കാണ് PV അൻവർ ചെയ്തിരിക്കുന്നത്. യുദ്ധം ഇനി നടക്കാൻ പോകണം, കുരുക്ഷേത്ര യുദ്ധം നടക്കും. അതിനകത്ത് ആരൊക്കെ പോകും? ശിഖണ്ഡി മൂലമാണോ ഭീഷ്മർ കൊല്ലപ്പെടുന്നത്? അതുപോലെ തന്നെ അഭിമന്യു പത്മവ്യൂഹത്തിൽ കയറുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്കൊന്നും ഇപ്പോഴത്തെ ഈ സമ്മേളനം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. എന്തായാലും ശരി, EP നിശബ്ദനായിരിക്കില്ല. ഈ നിശബ്ദനായിരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല, അതായതിൻ്റെ കാര്യം. അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ കേൾക്കുന്നു. ശരിയാണോ? EP BJP-യിലോട്ട് പോയാൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ബംഗാളിലെ പ്രമുഖരായ നേതാക്കളെല്ലാം BJP-യിൽ പോയില്ലേ? ബംഗാളിൽ എത്രയോ കാലം CPM-ൻ്റെ നേതാവായിരുന്ന ആളാണ് മുർമു. അദ്ദേഹം MP ആയിരുന്നല്ലോ, അദ്ദേഹം പോയില്ലേ?
ആരെല്ലാം പോയി. പക്ഷേ കേരളത്തിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് അത്രത്തോളം അങ്ങ് പോസിബിളാണ്. കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ഭൂമിക ലേശം വ്യത്യസ്തമല്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക മാറാൻ പോവാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് സംശയിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം വല്ലാതെ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിന് വലിയൊരു ഇക്വേഷൻ മാറുകയാണ്. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ പാളയത്തിലേക്ക്, ഒരേ മേഖലയിലേക്ക് വരുന്നു. അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിട്ടൊരു പടനീക്കം നടത്തുന്നു. അതൊരു സത്യമാണ്. കാരണം കേരളം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു എന്നുള്ളതിന് ഒരു തർക്കമുള്ളൊരു കാര്യമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഇപ്പം തന്നെ 11 നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലാണ്. അതെ, ഇതൊന്നുമില്ല, ആരുടെ സഹായമില്ലാതെ 15 എം എൽ എമാരെ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി ആയിരിക്കും രാഷ്ട്രീയം ബലപേശൽ നടത്തുന്നത്. ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. മനസ്സിലായി. അതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജയരാജൻ ബി ജെ പിയിലോട്ട് പോയാൽ വലിയ മഹാപരാധമായിട്ടൊന്നും തീരുകയില്ല. അപരാധമാണോ അല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ സാധിക്കുമോ? കാരണം ഇവർ ഒരു കാലത്ത് ഒരുമിച്ച് നിന്നവരാണ്. ഇപ്പോൾ രണ്ട് കൂട്ടരെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും നല്ല ധാരണയുണ്ടാവും. ആ സാഹചര്യത്തിൽ ഒരു ഒറ്റുകാരൻ്റെ വേഷം അല്ലെങ്കിൽ ഒരു വിമതൻ്റെ വേഷം സ്വയം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു രാഷ്ട്രീയ മണ്ടത്തരമാകുമോ എന്നുള്ളൊരു സംശയമാണ് ചിലരെങ്കിലും ഉന്നയിക്കുന്നത്. താങ്കൾക്കത് തോന്നുന്നുണ്ടോ? ജയരാജനെ ബി ജെ പിയിലേക്ക് പോയാലെങ്കിൽ ഒറ്റുകാരൻ്റെ വേഷത്തിലായിരിക്കത്തില്ല, ഒരു രക്തസാക്ഷിയുടെ പരിവേഷത്തിലായിരിക്കും പോകുന്നത്. സി പി എമ്മിനാൽ ബാധിക്കപ്പെട്ട രക്തസാക്ഷി, ഒരു ജീവിതം മുഴുവൻ സി പി എമ്മിന് ഒഴിഞ്ഞു വെച്ച ഒരാൾ. അദ്ദേഹത്തിനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിച്ചില്ല. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തും പരിഗണിച്ചില്ല. നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. വളരെ നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തിനെ LDF-ൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ആരോപണം പറയാനാണെങ്കിൽ ആരോപണം ഏൽക്കാത്ത ഏത് നേതാവ് പിന്നെ കണ്ണൂരിലുണ്ട്? സി പി എമ്മിന് ഒരു നേതാവില്ല. അദ്ദേഹം നീതി അർഹിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നീതി അർഹിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞത്, ജയരാജനെ തട്ടിച്ചു നോക്കുമ്പോൾ, മറ്റാളുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ജയരാജന് വലിയൊരു തെറ്റ് ചെയ്തു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പഴയ രാഷ്ട്രീയമല്ല ഞാനീ പറയുന്നത്, ഇന്ന് കണ്ണൂരിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ EP ജയരാജൻ മഹാപരാധമൊന്നും ചെയ്തതായിട്ട് എനിക്ക് സത്യത്തിന് തോന്നുന്നില്ല. ഈ അപരാധമൊക്കെ ചെയ്തെടുക്കാമെങ്കിൽ ഈ അപരാധങ്ങൾ ചെയ്യാത്ത നേതാക്കന്മാർ എത്ര പേരുണ്ട് CPM-ൽ നമ്മൾ പരിശോധിച്ചാൽ മതി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പിന്നെ ആരും കാണത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് ചോദിച്ചതിൻ്റെ ഇപ്പം ജയരാജനൊരു രക്തസാക്ഷി പരിവേഷത്തോടെ, അതായത് ജീവിതം മുഴുവൻ പ്രവർത്തിച്ചൊരു പാർട്ടി നിഷ്കരണം ഒതുക്കിയപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ തനിക്ക് രാഷ്ട്രീയ അഭയം തന്ന മറ്റൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം മാറി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെടേണ്ടതില്ല. ഒന്നും അത്ഭുതപ്പെടേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ EP ജയരാജനായിരിക്കാം ശരിക്കുള്ള ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുക. ആ ആറ്റം ബോംബ് എന്ന് പറയുന്നത് തൻ്റെ BJP-യിലുള്ള പ്രവേശനമായിരിക്കും. ശരിയാണോ? EP ജയരാജന് BJP-യിലേക്ക് പ്രവേശിച്ചാൽ ഒരു തർക്കവുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപരിഹാര്യമായ പ്രഹരമായിരിക്കും കണ്ണൂരിൽ കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ കണ്ണൂരിൽ പാർട്ടി ദുർബലമാണ്. EMS-ൻ്റെ കാലത്തെ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി. ഇന്ന് പാർട്ടി വളരെ ദുർബലമാണ്. കമ്മിറ്റഡ് കേഡറൊന്നും പാർട്ടിയിലില്ല. ആ കണ്ണൂരിലുള്ള ചില പോക്കറ്റുകൾ മാത്രമാണ് ഇപ്പോഴും സംഘശക്തി ഉള്ളത് എന്നാണ് പറയുന്നത്. അല്ല, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു പരിധിവരെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ വീണ്ടും അധികാരം പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് P ജയരാജൻ്റെ ആളുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിലേക്കാണ് വരുന്നത്. പുസ്തകം എഴുതുന്ന കാര്യമാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും CPM-ൽ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ ചില ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു മുല്ലപ്പൂ വിപ്ലവം എന്നതിനപ്പുറത്തേക്ക് അത് മറ്റേ നമ്മുടെ ട്യൂണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കടം കൊണ്ട് പറഞ്ഞൊരു പ്രയോഗമാണെങ്കിൽ ഞാൻ കാണുന്നത് ഇതൊരു എഴുത്തിൻ്റെ വിപ്ലവമായിട്ടാണ്. കാരണം സഖാവ് P ജയരാജനും പുസ്തകം എഴുതുന്നതായിട്ട് കേൾക്കുന്നു. അതിൽ എന്തായിരിക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുക? അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ് പുസ്തകം എഴുതുന്നത്. പക്ഷേ അതേസമയം അതിൽ സമകാലിക രാഷ്ട്രീയവും വരും എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ്, എന്തോ പിണറായി ഭയക്കേണ്ടത് ആ പുസ്തകത്തിലില്ലേ? അല്ല, ശരിക്കും കണ്ണൂരിൽ നിന്നും പിണറായിക്ക് ഒരു പ്രതിയോഗിയായി വരാൻ സാധ്യതയുള്ളത് EP ജയരാജൻ ഒതുങ്ങിക്കഴിഞ്ഞു. P ജയരാജൻ EP-യെ ഒതുക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും അവിടെ വരാനുള്ളത് P ജയരാജൻ മാത്രമേ ഉള്ളൂ. P ജയരാജൻ്റെ പ്രത്യേകത, P ജയരാജന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധമായ ഒരു പറ്റം ആളുകൾ അവിടെ ഉണ്ട്. അതാണല്ലോ PJ ആർമി. EP ജയരാജൻ ആർമിയില്ലായിരുന്നു, MB ജയരാജൻ ആർമിയില്ലായിരുന്നു, പിണറായി വിജയന് പോലും ആർമിയില്ലായിരുന്നു. പിണറായി വിജയൻ്റെ ആരാധകരെ പലയിടത്ത് ഇരുത്തി അദ്ദേഹം കാര്യങ്ങൾ മാനേജ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു ആർമിയെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് P ജയരാജനാണ്. ആ PJ ആർമി ഇപ്പോൾ റെഡ് ആർമിയായിട്ട് മാറി. അപ്പോൾ അതിനകത്ത് P ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടന്നാൽ, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു വിയോജിപ്പ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഉണ്ടായതല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയതല്ല, താനെ ഉണ്ടായതാണ്. കാരണം ജനങ്ങൾക്കിടയിൽ ഒരു നേതാവ് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അണികൾ വരുന്നത് സ്വാഭാവികം.
ഇപ്പോൾ സഖാവ് പിണറായി വിജയനും സഖാവ് പി ജയരാജനും കണ്ണൂരിൻ്റെ ഭൂമികയിൽ നിന്ന് വരുന്നവരാണ്. പിണറായി വിജയൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു. പിന്നെ അദ്ദേഹത്തിന് ആ കാണുന്ന ഒരു കരിസ്മാറ്റിക് ഓറ മാത്രമേ ഉള്ളൂ, ഒരു ബിംബം, ഒരു കരുത്തനായ നേതാവ് എന്നുള്ളൊരു പ്രതീതിക്കപ്പുറം ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതേസമയം സഖാവ് പി ജയരാജൻ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, സാധാരണക്കാരനായി നിന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി വന്ന ആ ഒരു അണികളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. അങ്ങനെയും വായിക്കാമല്ലോ. തീർച്ചയായിട്ടും. അല്ല, പി ജയരാജൻ സാധാരണക്കാരോടൊപ്പം നിന്നുള്ളൊരു തർക്കമൊന്നുള്ളൊരു കാര്യമല്ല. താരതമ്യേന അഴിമതി ആരോപണങ്ങളിൽ നിന്നും ഏതാണ്ട് അദ്ദേഹം ഇല്ല, ഈ അടുത്തിടെ വന്ന ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില സംഗതികൾ. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം, വ്യക്തിപരമായ അഭിപ്രായം. താങ്കൾ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് വന്ന ഒരു അഭിപ്രായം, അത് അവിടുന്ന് പാർട്ടിയിൽ നിന്ന് പിന്നെ നടപടിയെടുത്ത് അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകാത്ത ഒരു പഴയ പാർട്ടി പിന്നെ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ് മനു തോമസ്. അതിനപ്പുറത്ത് വലിയൊരു ആരോപണം പി ജയരാജൻ്റെ പേരിൽ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ പി ജയരാജൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, പി ജയരാജന് കാലാനുസൃതമായി മാറുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമോ, അതോ പഴയ വരട്ട് തത്വവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകുമോ? അതൊരു വലിയ പ്രശ്നമാണ്. പാർട്ടി നവീകരണത്തിൻ്റെ പാതയിലായെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെത്രമാത്രം പി ജയരാജൻ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. പി ജയരാജനാണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതെങ്കിൽ. മനസ്സിലായി. ഈ പാർട്ടിയുടെ ഒരു കാർക്കശ്യം അല്ലെങ്കിൽ ആ ഒരു പരുക്കൻ സ്വഭാവം അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് താങ്കളുടെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും. അത് അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം അതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക? അവിടെ ഇ പിയുടെ കാര്യത്തിൽ മറ്റൊരു ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം വേർഷൻ 2 എന്നതാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻ്റ് കൂടെ കടന്നു വരുന്നത്. ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ ആക്ഷേപങ്ങളൊന്നാണ് ഇസ്ലാമിക സംഘടനകളുമായി അല്ലെങ്കിൽ നേതാക്കന്മാരുമായി സമരസപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വിധേയപ്പെടുന്നു എന്നുള്ളൊരു ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിയുടെ പുസ്തകത്തിൽ, പി ജയരാജൻ്റെ പുസ്തകത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? പി ജയരാജൻ്റെ പുസ്തകത്തിൽ പലതും പ്രതീക്ഷിക്കാം. കാരണം പി ജയരാജനെ ശക്തമായ പിന്നെ അക്രമത്തിന് വിധേയനായ ആളാണ്. RSS CPM സംഘർഷം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ക്രൂരമായി പിന്നെ വെട്ടേറ്റു, മരിച്ചുപോയി എന്ന് വിചാരിച്ച് കളഞ്ഞിട്ട് പോയതാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്നത്. അതേസമയം ഇ പി ജയരാജനുണ്ട്. ഇ പി ജയരാജൻ്റെ തലയിലെ വെടിയുണ്ടയുമായിട്ട് ജീവിക്കുന്ന ആളാണ്. അത് പക്ഷേ RSS CPM സംഘർഷത്തിൻ്റെ ഭാഗമല്ല, കോൺഗ്രസുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഭാഗമാണ്. എം വി ജയരാജൻ ഇപ്പം അത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ട് അദ്ദേഹം ഒരു സമവായത്തിൻ്റെ ഒരാളാണ്. അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പി ജയരാജൻ്റെ പുസ്തകം എഴുതാനാണെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തെ തനിക്ക് നേരെ ഉണ്ടായ RSSൻ്റെ അക്രമത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാം. 2, അദ്ദേഹം വടകര മത്സരിച്ചു, ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. വടകര തോറ്റു അല്ലെങ്കിൽ തോൽപ്പിച്ചു. അദ്ദേഹത്തിന് തോറ്റു അല്ലെങ്കിൽ തോൽപ്പിച്ചു. തിരിച്ച് അദ്ദേഹത്തിന് വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം കിട്ടിയില്ല. പിന്നീട് അദ്ദേഹത്തിന് കൊടുത്തതോ, അതേ തെരഞ്ഞെടുപ്പിൽ വാസവൻ മത്സരിക്കാൻ പോയെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു വന്നപ്പോൾ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനം കിട്ടി. ഏറ്റവും വലിയ രസം, അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനം ഏതാണ്? ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം. ഖാദി ബോർഡിൽ നേരത്തെ ശോഭന ജോർജ് ഇരുന്ന ഖാദി ബോർഡിലാണ് ഇദ്ദേഹത്തിനെ പിടിച്ചു വെച്ചത്. പി ജയരാജൻ സത്യത്തിനകത്ത് വേണ്ടെന്ന് വെക്കുകാരൻ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. സ്വീകരിക്കും. പാർട്ടി ഇനി അതിലും താഴെയുള്ള ഒരു പോസ്റ്റ് കൊടുത്താൽ ഒരുപക്ഷെ ശിശുക്ഷേമ സമിതിയിൽ ഇരുത്തിയാലും അദ്ദേഹം ഇരുന്നേനെ. കാരണം അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. പറയൂ സാർ. അതിനകത്ത് ഈ അച്ചടക്കം എന്ന് പറയുമ്പോഴേ MN വിജയൻ്റെ ഒരു വാചകം ഓർക്കുന്നത്, ഏറ്റവും അച്ചടക്കമുള്ള മുട്ട ചീമുട്ടയാണെന്നാണ് MN വിജയൻ പറഞ്ഞത്. MN വിജയന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാരനായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ഓർക്കണം, സെൽഫ് റെസ്പെക്റ്റ് ഈസ് ദ ബെസ്റ്റ് റെസ്പെക്റ്റ് എന്നാണ്. നമുക്ക് ആദ്യം നമ്മളെക്കുറിച്ച് റെസ്പെക്റ്റ് വേണം. അല്ലാതെ അങ്ങനെ ചെയ്യുന്ന ഒരാളെ വ്യക്തിപരമായി ഒരു നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഈ കേഡർ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണോ ഇത്? കേഡർ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പരിധി വരെ കുഴപ്പമാണ്. BJPയിലെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഇത് ഷെയർ ചെയ്യുന്നു എന്ന് നമ്മൾ പേഴ്സണൽ ടോക്കിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബിക്കോസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, ഇപ്പോൾ സുരേന്ദ്രപക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മറുപക്ഷത്തിൻ്റെ വക്താക്കളായി സ്വയം നിന്നുകൊണ്ട് ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇത് ശരിയല്ല എന്നുള്ളത് ഷെയർ ചെയ്യുന്ന ആൾക്കും അറിയാം. എന്തേ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബിക്കോസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ, ഐ ഹാവ് ടു ഡു, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കേഡർ സംവിധാനത്തിന്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പി ജയരാജൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPMൻ്റെ ഒരു കേഡർ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായി അതിനെ കാണാൻ കഴിയുമോ? അതല്ല, ആ കേഡർ സിസ്റ്റത്തിനെ അതിജീവിക്കത്തക്ക വിധത്തിൽ തൻ്റെ വ്യക്തിപ്രഭാവം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഞാനതാ പറഞ്ഞത്, 2015 പാർട്ടി സമ്മേളനം ബഹിഷ്കരിച്ചു പോയ ആളാണ് VS അച്യുതാനന്ദൻ. എന്താ ധൈര്യമില്ലായിരുന്നു? VS ഒരു പാൻ കേരള ഫിഗറാണ്. പക്ഷേ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ സ്വയം ഒതുങ്ങുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ടോ എന്നും എനിക്കറിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കുമോ?
കണ്ണൂരിനപ്പുറത്തേക്ക് വളരാത്തത് കൊണ്ടായിരിക്കുമോ എന്നാണ് അത് ഈ വി എസ് അച്യുതാനന്ദന് ഒരു ഫൈൻ മോർണിംഗിൽ അത്ര അങ്ങനെ ഫിഗർ ആയതല്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു, ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘമുണ്ടായിരുന്നു. സംഘമുണ്ടായിരുന്നു. ആ സംഘത്തെയാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് മാധ്യമ വിശേഷിപ്പിച്ചത്. സിൻഡിക്കേറ്റ്. അപ്പോൾ അവർ സൃഷ്ടിച്ച ഒരു ഇമേജാണ് വി എസിനുള്ളത്. വി എസിന് ആദ്യ കാലഘട്ടത്തിൽ ഈ ഇമേജ് ഉണ്ടായിരുന്നില്ല. വി എസ് വെട്ടിനിരുത്തലിൻ്റെ ആളായിട്ടും വളരെ കാർക്കശ്യത്തിൻ്റെ ആളായിട്ടും ഒരു ഔട്ട്ഡേറ്റഡ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് നിന്നത്. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം മതികെട്ടാൻ മലയിലേക്ക് പോകുന്നു, മൂന്നാറിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ്. അങ്ങനെ വന്നാണ് വി എസ്. അല്ലാതെ വി എസ് പെൺവാണിഭക്കാരെ കയ്യാമം വെക്കുമെന്ന് പറയുന്നിടത്താണ് അദ്ദേഹം സ്ത്രീകൾക്ക് സ്വീകാര്യനായി മാറുന്നത്. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ. ഇവിടെ പ്രോബ്ലം പി ജയരാജൻ എന്ന് പറയുന്ന ഒരു നേതാവ് അതിന് ധൈര്യമുള്ള ഒരു നേതാവായിട്ട് വരുമ്പോഴേ പൊതുസമൂഹം അദ്ദേഹത്തിനെ അംഗീകരിക്കത്തുള്ളൂ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. എന്തോ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. സമ്മേളന കാലയളവിന് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ പുസ്തകത്തിന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇസ്ലാമിക പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് പറയാനും സമകാലിക രാഷ്ട്രീയം അതിനോടൊപ്പം എന്നാണ് പുറമെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജൊക്കെ ഉടൻ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്, ഇ പിക്ക് പറയാനുള്ളത് പോലെ. അത് പറയാൻ വേണ്ടിയിട്ടൊരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന് പുറമേ പറയുന്നത് ഇസ്ലാമിക പൊളിറ്റിക്സിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ എന്തോ അദ്ദേഹം ഒരു ഷുഗർ കോട്ടഡായിട്ട് പറയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അദ്ദേഹം എന്ത് പറഞ്ഞാലും ഈ പുസ്തകം 2025 പാർട്ടി സമ്മേളനം തീരുന്നിടം വരെ ആ പുസ്തകം പുറത്തു വരാനുള്ള സാധ്യതയില്ല. കാരണം അതിനു മുമ്പ് അതിലൊരു പുസ്തകം വന്നാൽ ഒന്നുകിൽ ആ പുസ്തകം അപ്രസക്തമായ പുസ്തകമാകും, അതല്ലെങ്കിൽ ആ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നൊരു പുസ്തകമാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ വിലയും അതിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം ഇ പി ജയരാജൻ്റെ പുസ്തകവും പി ജയരാജൻ്റെ പുസ്തകവും തീർച്ചയായിട്ടും ഈ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മാത്രമേ പുറത്തു വരാൻ വിദൂരമായൊരു സാധ്യതയെങ്കിലും ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ പി ജയരാജൻ്റെ പ്രശ്നം, അദ്ദേഹത്തിന് ഈ പ്രായമായി, ഇനിയും അദ്ദേഹത്തിനൊരു ബാല്യമില്ല, പല പ്രാവശ്യം അദ്ദേഹം അവഗണിക്കപ്പെട്ട ആളാണ്. ഇനിയും അദ്ദേഹത്തിന് അത്തരമൊരു സ്ഥലത്തേക്ക്, അതായത് പാർട്ടിയുടെ ഒരു ഉന്നത നേതൃത്വത്തിലേക്ക് വരാൻ കിട്ടുന്ന ഒരുപക്ഷെ ഒരു ലാസ്റ്റ് ചാൻസാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വരുന്ന ഒരു ഈ പാർട്ടി തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് പലരുടെയും ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. പി ജയരാജൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം ജീവത്യാഗം, സ്വന്തം ജീവൻ തന്നെ എന്താ പറയുക, അങ്ങേയറ്റം വരെ പോയിട്ട് മരണത്തിൻ്റെ മുന്നിൽ നിന്ന് തിരികെ വന്നൊരു നേതാവാണ്. അദ്ദേഹത്തിന് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് CPM സംസ്ഥാന സമിതി അംഗമാണ്. സെക്രട്ടേറിയറ്റിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത പാർട്ടി സെക്രട്ടറിയെ തന്നെ പരിഗണിക്കാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം, പാർട്ടി തലത്തിലെങ്കിലും. അത് തടയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ മാറ്റി നിർത്തുന്നത്, സംസ്ഥാന സമിതിയിൽ തന്നെ ഒതുക്കി നിർത്തുന്നത് എന്നൊക്കെ ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു വലിയ പരിധി വരെ അതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിനെ ഒതുക്കി നിർത്തുന്നു, മാറ്റി നിർത്തുന്നു വളരെ പകൽ പോലെ വ്യക്തമായൊരു കാര്യമല്ലേ. പക്ഷെ പി ജയരാജൻ്റെ ഒരു പ്രശ്നം, കണ്ണൂർ മേഖല വിട്ട് അദ്ദേഹത്തിന് മറ്റ് ജില്ലകളിലെ സ്വാധീനം അത്ര കാര്യമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. CEPക്ക് എല്ലാ ജില്ലാ ഘടകങ്ങളുമായിട്ടും പൊതുസമൂഹമൊക്കെ ആയിട്ട് വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അത്തരം ഒരു ബന്ധം പി ജയരാജനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ MV ഗോവിന്ദൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹവും കണ്ണൂരിനപ്പുറത്തേക്ക് വലിയൊരു കരിസ്മാറ്റിക് ലീഡറാണ് എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിക്കാർക്ക് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിന്നൊരു നേതാവ് 2016 തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, സാമാജികനാകുന്നു, മന്ത്രിയാകുന്നു. പെട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഒഴിവ് വരുമ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയെ വളർത്താമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെക്കാൾ സീനിയറാണോ എന്നുള്ളത് എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അദ്ദേഹത്തെക്കാൾ യോഗ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരാൾ എന്തുകൊണ്ട് പി ജയരാജനെ പരിഗണിച്ചുകൂടാ? അല്ല, പി ജയരാജനെ പരിഗണിക്കുന്നതിന് തടസ്സങ്ങളില്ല. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ പി ജയരാജൻ ശക്തമായി ഈ സ്ഥാനത്തേക്ക് വരികയും പാർട്ടി സമ്മേളനം സംഘർഷനിർഭരമാവുകയും ചെയ്യുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥിയായി വീണ്ടും ഗോവിന്ദൻ മാസ്റ്ററിനെ തുടർന്നുകൂടാ എന്നില്ല. നേരത്തെ ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം ചുറ്റിത്തിരിയുന്നത് പി ശശിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹവും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സമിതിയിൽ അംഗമാണ്. ഒരുപക്ഷെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടാനും ഒരുപക്ഷെ അതിലൂടെ പാർട്ടി സെക്രട്ടറി ആകാനും വരെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ നീക്കങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പോലും വിലയിരുത്തലുകൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ സാധ്യത എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? പി ശശിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാനുള്ള സാധ്യത തീരെ ഞാൻ കാണുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടാൻ പോലും സാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിന് ശക്തമായ എതിരുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CKP പത്മനാഭൻ, അദ്ദേഹം വളരെ സൗമ്യനായ നേതാവാണ്, കർഷക സംഘത്തിൻ്റെ നേതാവാണ്. ദുരൂഹമായ കാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അതിനൊന്നും കാരണങ്ങളൊന്നുമില്ല. എന്നാലും ശരി,
പഴയ കാലത്തെ പോലെ ഈസിയായി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ, അത് പിണറായി വിജയനായാലും ശരി, ഗോവിന്ദൻ മാഷാണെങ്കിലും ശരി, അവരുടെ ഇച്ഛാശക്തിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ സൃഷ്ടിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മുതൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് വരും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയിൽ ക്വാളിറ്റേറ്റീവായിട്ട് ചേഞ്ച് വന്നു. അതാണ് ബേസിക്കായിട്ട് കാരണം. പാർട്ടി കമ്മിറ്റഡ് കേഡറില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളാണുള്ളത്. പിന്നെ പൊതുവേ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ശക്തമായ ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്ന സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ ദുർബലമായി. മറ്റെല്ലാം തൃശ്ശൂരത്തെ സ്ഥിതി എന്താണ്? കരുവന്നൂർ കേസിൽ പ്രതിയായിട്ട് കിടക്കുന്ന ആരെയൊക്കെ എപ്പോഴും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊക്കെ അറിയാൻ പറ്റില്ല. ആലപ്പുഴയിലും അതേ. ആലപ്പുഴയാണെങ്കിൽ രാമരാവണ യുദ്ധമാണ് ആലപ്പുഴ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട മാർക്സിസ്റ്റ് പാർട്ടി ഒരു ശക്തി കേന്ദ്രമൊന്നും അല്ലെങ്കിൽ പോലും വീണ ജോർജിനെ പോലെ ഒരാളെ പാർട്ടി കൊണ്ടുവന്നതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി അടിത്തറ അവിടെ ഇളകിപ്പോയി. അതാണ് വാസ്തവം. അപ്പോൾ അവസാനം മലയാളപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പറ്റം ഗുണ്ടകളെ മന്ത്രി നേരിട്ട് വന്ന് രക്തഹാരമണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കണ്ടത്. അപ്പോൾ വീണ ജോർജ് വന്നപ്പോൾ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ ജോർജ് ഒരു മാനേജ്മെൻറ്റ് സീറ്റ് വന്ന ആളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണൽ കോട്ടായിൽ വന്ന ആളാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു വേണ്ടിയാണ് വീണ ജോർജിനെ എടുത്തത്. പക്ഷേ വീണ ജോർജൊക്കെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം, ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനായതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്, എടുത്തു കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം പോയി എന്നുള്ളതാണ്. അവിടെ വളരെ സീനിയറായ സ്ത്രീകൾ വേറെ ഉണ്ടായിരുന്നു. അമൃതം ഗോകുലൻ, ഇപ്പോൾ അവർ ഏത് പാർട്ടി സജീവമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാനുണ്ടായിരുന്ന സമയത്ത് സജീവമായിരുന്നു. അതുപോലെ തന്നെ കോന്നിയിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് സാലി ജോർജ്, അവർ ഓർത്തഡോക്സ് സഭക്കാരിയാണ്, പഴയ പാർട്ടി പ്രവർത്തകയാണ്. ഇവരെല്ലാം വെട്ടിമാറ്റിയിട്ടാണ് ഒരു ഫൈൻ മോർണിംഗിൽ. ഈ കാസർഗോഡ് ഇപ്പോൾ എന്താണ് അവസ്ഥ? കാസർഗോഡും വലിയ സംഘർഷത്തിലാണ്. കാരണം വി എസിൻ്റെ ഫാൻ ബേസ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. വി എസിന് വേണ്ടി എപ്പോഴും ആദ്യം മുറവിളി ഉയരുന്നത് കാസർഗോഡ് നിന്നായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാസർഗോഡ് നിന്ന് അത്തരത്തിലുള്ള വിമത നീക്കങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളോ ഒന്നും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കാണുന്നില്ല പ്രകടമായിട്ട്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നതിന് ശേഷം കോൺഗ്രസ് കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു എന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ? അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് പാർട്ടി ശക്തി പ്രാപിച്ചല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ ബാധിച്ചിരിക്കുന്ന റിവിഷണലിസം എന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ബാധിച്ചിരിക്കുന്ന ഗ്രൂപ്പ് സമോ കാസർഗോഡ് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ മന്ദീഭവിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കാസർഗോഡ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇ കെ നായനാരെ കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽപ്പിച്ച സ്ഥലമാണ് കാസർഗോഡ്. അപ്പം അതുകൊണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കമ്മിറ്റികളൊക്കെ പല കാരണങ്ങളാൽ സംഘർഷനിർഭരമാണ്. കാസർഗോഡ് ആ പഴയ ശക്തിയൊക്കെ പോയി. കണ്ണൂർ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നത്തെ കാസർഗോഡിനെ കുറിച്ച് പറയാം. അപ്പം നമ്മൾ ഓരോ ജില്ലകളിലേക്കും പോകുകയാണെങ്കിൽ സംസാരിക്കാൻ ഓരോ ദിവസം എടുത്ത് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു രത്നചുരുക്കമായിട്ട് അവസാന ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കളുടെ ആദ്യം തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു PV അൻവർ പൊട്ടിച്ചത് ഒരു ഗുണ്ടാണ്. ഇനി EP പൊട്ടിക്കാൻ പോകുന്നത് ഒരു ബോംബാണ്. അതൊരു പുസ്തകത്തിൽ മാത്രം നിൽക്കാതിരിക്കാം. ചിലപ്പോൾ അതിന് അപ്പുറത്തേക്ക് അദ്ദേഹം BJP-യിലേക്ക് പോയിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബോംബ് പൊട്ടിക്കുക, അറിയില്ല. P ജയരാജനും അതേപോലെ തന്നെ കണ്ണൂർ എന്നൊരു പുസ്തകം എഴുതുന്നു. വാസ്തവത്തിൽ ഇതിൽ ഏതായിരിക്കും മോസ്റ്റ് എക്സ്പ്ലോസീവ്? താങ്കളുടെ ഒരു അഭിപ്രായം? അൻവർ പൊട്ടിച്ചിരിക്കുന്ന ഗുണ്ട് ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലാണ് പൊട്ടുന്നതെങ്കിൽ 1000 ബോംബുകളേക്കാൾ അത് സ്ഫോടനാത്മകമായിരിക്കും. അതാണ് കാത്തിരുന്ന് കാണുന്നത്. ബോംബ് അല്ലാത്ത സ്ഥലത്ത് ഇട്ടാലും ചിലപ്പം വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചൊന്നും വരത്തില്ല. ഇതൊരു പടക്ക നിർമ്മാണ ഫാക്ടറി അല്ലെങ്കിൽ പടക്കക്കടയിലാണ് ഇത് പൊട്ടുന്നതെങ്കിൽ അടുത്തടുത്തടുത്ത കടകളിൽ പൊട്ടി പിന്നെ ഇത് വ്യാപിച്ചങ്ങ് പോവാണ്. അപ്പോൾ സംഭവം അൻവർ പൊട്ടിച്ച ഒരു ചെറിയ ഗുണ്ടായിരിക്കാം. പക്ഷെ അത് എവിടെയാണ് പൊട്ടിച്ചത് എന്നുള്ളതാണ് വിഷയം. എവിടെയാണ് പൊട്ടിച്ചത്, എപ്പോഴാണ് പൊട്ടിച്ചത്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്താണ്, ആർക്കെതിരെയാണ് അൻവർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്, അത് വലിയ കാര്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ പടക്കമാണോ ഗുണ്ടാണോ എന്നുള്ളതല്ല വിഷയം, അത് എവിടെയാണ് പൊട്ടിച്ചത് എന്നുള്ളതാണ് വിഷയം. പക്ഷേ എവിടെ പൊട്ടിച്ചാലും ഉന്നം പിണറായി വിജയനാണ്, നിഷേധിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആണ്, ആരും സംശയിക്കേണ്ട. അത് അദ്ദേഹം ശശി, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ശശിയിൽ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇത് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സർവൈവലിൻ്റെ പ്രശ്നം കൂടാണിത്. ഇനിയും അൻവറിനൊരു മടങ്ങിപ്പോക്ക് യാത്ര സാധ്യമല്ല. കാരണം അൻവർ പറഞ്ഞത് പിന്നെ റെക്കോർഡല്ലേ, രേഖകളിലുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ രേഖകളിൽ കിടക്കല്ലേ. ഇനി അൻവറിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇനിയൊരു മലക്കം മറിച്ചിൽ പോസിബിൾ അല്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു ഭാഷയായിരുന്നു, അത് കഴിഞ്ഞ് AK സെൻറ്ററിൽ പോയപ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള മറ്റൊരു ഭാഷയായിരുന്നു. ഇനി ആ ഭാഷയിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും തിരികെ പോകാൻ പറ്റുമെന്ന് കരുതുന്നില്ല. താങ്കൾക്കും അങ്ങനെ ഒരു അഭിപ്രായമാണോ? പണ്ടൊരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയുടെ പേര് നായര് പിടിച്ച പുലിവാലെന്നാണ്. അൻവർ ഒരു പുലിവാലയിലാണ് പിടിച്ചിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് പിടിച്ചതാണ്, അബദ്ധത്തിന് പിടിച്ചതല്ല. അല്ല, അറിഞ്ഞുകൊണ്ട് പിടിച്ചാണ്, വ്യക്തമായ പദ്ധതിയോടാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ പിടിച്ചത് പുലിയുടെ വാലിലാണല്ലോ. അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അറിയാതെ പിടിച്ചാലും റിസൾട്ട് ഒന്നാണ്, അതാണ് പ്രത്യേകത. അപ്പം ഇത് നാളത്തെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് പൊട്ടിച്ചിരിക്കുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി അടിത്തറയിളകിയിരിക്കുകയാണ്. ഇനി അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരു ചാൻസേ ഉള്ളൂ. ലോക്കൽ ബോഡിയിൽ അവിടെ എവിടെയോ കുറേ സീറ്റ് കിട്ടും, അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. 2026 വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ ബംഗാളിൻ്റെ ഗതികേട് തന്നെയായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അതിനൊരു തുടക്കമാകാൻ, അതിനൊരു നിമിത്തമാകാൻ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ വഴി തെളിക്കുമോ എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഏതായാലും ബോംബുകൾ ഇനിയും പൊട്ടും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായിട്ടും പൊട്ടട്ടെ, പൊട്ടുന്ന മുറയ്ക്ക് അത് എവിടെയാണ് പൊട്ടുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. നന്ദി.